മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ 1,30,000-ൽ കൂടുതൽ ഒഴിവുകളാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ആൺകുട്ടികളായ പെൺകുട്ടികളായ എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ അയച്ചു കൊടുത്തുകൊള്ളൂ. കാരണം 10ാം ക്ലാസ് ഉള്ളവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ വരാനായിട്ട് ഇരിക്കുകയാണ്. ഏകദേശം 1,33,982 ഒഴിവുകളാണ് നമ്മുടെ CRPF-ൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇത്രയും വലിയൊരു വേക്കൻസി SSC GD കോൺസ്റ്റബിൾ അടുത്ത വർഷം ആഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പകുതി വേക്കൻസി അഗ്നിവീർ, അതായത് ആർമി നേവി എയർഫോഴ്സിലേക്ക് അഗ്നിവീർ പോസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ആ പോസ്റ്റിലേക്ക് കയറിപ്പോയവർക്ക് ഇതിന്റെ നേർപകുതി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് CRPF-ന്റെ മാത്രം വേക്കൻസി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ CISF, ITBP, SSB ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വേറെയുണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരുമിച്ചിട്ടാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം വരാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടായിരിക്കും വലിയൊരു വേക്കൻസി SSC GD കോൺസ്റ്റബിളിൽ വിളിക്കാനായിട്ട് പോകുന്നത്. പലരും ഇത്ര വേക്കൻസി വിളിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഗവൺമെന്റ് എന്തായാലും ഇതിനെ ടാലി ചെയ്തിട്ട് വിളിക്കാനാണ് സാധ്യത കൂടുതലും. കാരണം അഗ്നിവീറിന് നേർപകുതി വേക്കൻസി കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ 50,000 വേക്കൻസി, 1,00,000 വേക്കൻസി വിളിക്കാന്ന് വിചാരിക്കുക. ഏകദേശം 1.5 ലക്ഷത്തിന്റെ അടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 80,000 വേക്കൻസി അല്ലെങ്കിൽ 1,00,000 വേക്കൻസി വിളിച്ചാൽ പോലും നോർമൽ സിവിലിയൻസ് ആയിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നേർപകുതി വേക്കൻസി ആകുമ്പോൾ ടാലി ആകണം. അതായത് ഒരു കാരണം വെച്ചാലും കഴിഞ്ഞ വർഷം ലഭിച്ച വേക്കൻസിയിൽ നിന്ന് കുറവ് വരാതെ രീതിയിൽ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അഗ്നിവീർ വരുമ്പോൾ നമ്മുടെ അവസരം പോകുന്നു എന്ന് കുട്ടികൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലായിരിക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത കൂടുതലും. അതുകൊണ്ട് നേർപകുതി വേക്കൻസി എന്തായാലും നോർമലുള്ള കാറ്റഗറിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് അഗ്നിവീറിന് പോകാനാണ് സാധ്യത കൂടുതലും. അതുപോലെ 10ാം ക്ലാസ് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് 5 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കും. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് ലഭിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നേരത്തായി ഇവിടെയായിട്ട് ഒരു റിലേറ്റഡ് വീഡിയോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ GD എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ 1,30,000-ൽ കൂടുതൽ ഒഴിവുകളാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ആൺകുട്ടികളായ പെൺകുട്ടികളായ എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ അയച്ചു കൊടുത്തുകൊള്ളൂ. കാരണം 10ാം ക്ലാസ് ഉള്ളവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ വരാനായിട്ട് ഇരിക്കുകയാണ്. ഏകദേശം 1,33,982 ഒഴിവുകളാണ് നമ്മുടെ CRPF-ൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇത്രയും വലിയൊരു വേക്കൻസി SSC GD കോൺസ്റ്റബിൾ അടുത്ത വർഷം ആഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പകുതി വേക്കൻസി അഗ്നിവീർ, അതായത് ആർമി നേവി എയർഫോഴ്സിലേക്ക് അഗ്നിവീർ പോസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ആ പോസ്റ്റിലേക്ക് കയറിപ്പോയവർക്ക് ഇതിന്റെ നേർപകുതി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് CRPF-ന്റെ മാത്രം വേക്കൻസി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ CISF, ITBP, SSB ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വേറെയുണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരുമിച്ചിട്ടാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം വരാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടായിരിക്കും വലിയൊരു വേക്കൻസി SSC GD കോൺസ്റ്റബിളിൽ വിളിക്കാനായിട്ട് പോകുന്നത്. പലരും ഇത്ര വേക്കൻസി